കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ അറിയാം. വർഷ ചേരുകയാണ്. വർഷ, കോഴിക്കോട് മഴയ്ക്ക് നേരിയ ശമനമുണ്ടായിരുന്നു എന്നായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ വർഷ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഈ തുടർച്ചയായി പെയ്ത മഴ ദുരിതമാണ് നമുക്ക് ഏറ്റവും കൂടുതലായി ഇപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ജില്ലയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണല്ലോ. എങ്ങനെയാണ് ഈ പുനരധിവാസ പ്രവർത്തനങ്ങളടക്കം സജ്ജീകരിച്ചിരിക്കുന്നത്? സ്വപ്ന മുൻപ് പറഞ്ഞതുപോലെ തന്നെ കോഴിക്കോട് മഴയ്ക്ക് നേരിയൊരു ശമനമുണ്ട്. മഴക്കാരെല്ലാം ഉണ്ടെങ്കിലും കാര്യമായിട്ട് മഴയൊന്നും പെയ്യുന്നില്ല. കഴിഞ്ഞ 2 ദിവസം വലിയ രീതിയിലുള്ള ഒരു മഴ തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായിരുന്നു. 27ഓളം വീടുകളാണ് ജില്ലയിൽ ഭാഗികമായി തകർന്നിട്ടുള്ളത്. കൂടാതെ വിവിധ സ്ഥാപനങ്ങളുടെ ചുറ്റുമതിൽ പോലുള്ളവ ഇടിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിവിധ രീതിയിൽ കൂടാതെ റോഡുകൾ ഉൾപ്പെടെ തകർന്നിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വെള്ളം കയറുന്നതാണ്. പല വീടുകളിലും പല ഭാഗങ്ങളിലും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പല കുടുംബങ്ങളും ദുരിതാശ്വാസ ക്യാമ്പിലാണ്. കോഴിക്കോട്, കൊയിലാണ്ടി, താമരശ്ശേരി തുടങ്ങി 3 താലൂക്കുകളിലായി 4 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ആരംഭിച്ചിട്ടുള്ളത്. അതിൽ കൊയിലാണ്ടിയിൽ ബാലുശ്ശേരിയിലാണ് വീട്ടിൽ വെള്ളം കയറിയിട്ടുള്ളത്. അവിടെയുള്ള 9 കുടുംബങ്ങളെ ബാലുശ്ശേരി UP സ്കൂളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കോഴിക്കോടേക്ക് വരികയാണെങ്കിൽ കോഴിക്കോട് നന്മണ്ടയിലാണ് ഈ വീടുകളിൽ വെള്ളം കയറിയിട്ടുള്ളത്. അവിടെയുള്ള 22ഓളം കുടുംബങ്ങളെ 2 ക്യാമ്പുകളിലേക്കായിട്ടാണ് മാറ്റിയിരിക്കുന്നത്. താമരശ്ശേരി ആണെങ്കിൽ പനങ്ങാട് മേഖലയിലാണ് വെള്ളം കയറിയിരിക്കുന്നത്. ഇവിടെയുള്ള 3 കുടുംബങ്ങളാണ് ദുരിതാശ്വാസ ക്യാമ്പിലുള്ളത്. ഇതെല്ലാം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ള കണക്കുകളാണ്. കൂടാതെ പലരും ബന്ധുവീട്ടുകളിലേക്ക് അടക്കം മാറി താമസിക്കുന്നവരുമുണ്ട്. നമുക്കറിയാം, മഴ പെയ്യുന്ന ഭീതിയിൽ താമസിക്കുന്ന മലയോര മേഖലയിലും തീരദേശങ്ങളിലുമുള്ള ആളുകളെല്ലാം വളരെ ഭീതിയോടെ കഴിയുന്നവരാണ്. അവരെല്ലാം തന്നെ ഇതുപോലൊരു മഴയുടെ ആരംഭം ഉണ്ടാകുമ്പോൾ തന്നെ മറ്റു ബന്ധുവീട്ടുകളിലേക്കും എല്ലാം പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ പല മേഖലകളിലും ആളുകൾ വീടുകൾ മാറി താമസിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നോക്കുകയാണെങ്കിൽ റോഡിന്റെ, ഞാൻ മുമ്പ് പറഞ്ഞു, റോഡ് വളരെ വലിയ രീതിയിൽ തകർന്നിട്ടുണ്ടായിരുന്നു. കൊടൽനടക്കാവ് കഴിഞ്ഞ ദിവസം പന്തിരാങ്കാവ് വില്ലേജിലെ കൊടൽനടക്കാവിൽ സർവീസ് റോഡ് ഭാഗികമായി തകർന്നിരുന്നു. അത് ഇതുവരെ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനുവേണ്ടിയുള്ള നടപടികൾ തുടരുകയാണ്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ 2 ദിവസങ്ങളിലും വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടം തന്നെയാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ നേരിയ മഴ ജനങ്ങൾക്ക് ആശ്വാസം. മൺസൂൺ ഇനിയും എത്താനിരിക്കുന്നതേ ഉള്ളൂ. അതിനു മുൻപ് തന്നെ വലിയ രീതിയിലുള്ള വേനൽമഴ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള മഴക്കെടുതി തന്നെയാണ് സംസ്ഥാനം അഭിമുഖീകരിക്കുന്നത്. വർഷയാണ് വിവരങ്ങളുമായി ചേർന്നത്. തൃശ്ശൂർ ജില്ലയിൽ റെഡ് അലർട്ടാണ്. തൃശ്ശൂർ നഗരത്തിലെ വൻമരം ജില്ലാ ആശുപത്രിക്ക് സമീപം കടപുഴകി വീണു. ആശുപത്രിക്ക് സമീപം കോളേജ് റോഡിലാണ് മരം വീണത്. ഒരു പെട്ടി ഓട്ടോറിക്ഷ പൂർണ്ണമായും ഒരെണ്ണം ഭാഗികമായും തകർന്നു. മരം വീണതോടെ സെന്റ് തോമസ് കോളേജ് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. നഗരത്തിലെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്.